വരെ സിമ്പിൾ ഇൻട്രസ്റ്റിലെ ഇൻസ്റ്റാൾമെൻറ്റിലെ ഒരു നല്ല ക്വസ്റ്റ്യനാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ സൊല്യൂഷൻ ഒരുപാട് പേർക്ക് നല്ല ഡൗട്ടുള്ളതായിരിക്കും. ഇന്ന് നമുക്ക് ഇതിൻ്റെ കൺഫ്യൂഷൻ എല്ലാം അങ്ങ് മാറ്റാം. അപ്പോൾ ചാനലിലെ വീഡിയോസ് എല്ലാം കാണാൻ ശ്രമിക്കുക, എല്ലാവർക്കുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇത് CGL 2024 പ്രിലിംസിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. എല്ലാ എക്സാംസിനും, റെയിൽവേക്ക് ആയിക്കോട്ടെ, SSCയുടെ എല്ലാ എക്സാംസിനും ഇത് പ്രതീക്ഷിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ക്വസ്റ്റ്യൻ പറയുന്നത്, എ സം ഓഫ് ₹10 ഈസ് ലെൻഡ് ബൈ എ ചൈൽഡ് ടു ഹിസ് ഫ്രണ്ട് to be returned in 11 monthly installments of ₹1 each. The interest being simple, the rate of interest. ഇത് ഓൾറെഡി നമ്മുടെ അർജുന ബാച്ചിലെ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ചെയ്ത സമയത്ത് ഈ ടൈപ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കാണുക. അപ്പോൾ ഇവിടെ 10 രൂപയാണ് എന്ത് ചെയ്യുന്നത്, കടം കൊടുക്കുന്നത്. 10 രൂപ 11 മാസത്തേക്ക് നോർമലായിട്ട് കടം കൊടുത്താൽ എത്ര രൂപ തിരിച്ചു കൊടുക്കേണ്ടി വരും, എത്ര എമൗണ്ട് തിരിച്ചു കൊടുക്കേണ്ടി വരും? 10 രൂപയും ആ 10 രൂപയ്ക്ക് 11 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ 10 രൂപയ്ക്ക് 11 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് എത്രയാണ്? 10 രൂപയ്ക്ക് 11 മാസത്തേക്കുള്ള റേറ്റ് 6% ആണെന്ന് വെച്ചോ. 6/100 ഇൻറ്റു 11 മാസമാണ്. അപ്പോൾ 11 മാസത്തെ വർഷമാക്കാൻ വേണ്ടി 11/12 ചെയ്തു. അത് നമ്മൾ എത്ര രൂപ എമൗണ്ട് ആയിട്ട് കൊടുക്കണം? 10 അധികം 10 ഇൻറ്റു 6 ഇൻറ്റു 11/100, അതായത് 110 6/1200. ഇത്രയും രൂപ നമ്മൾ എന്ത് ചെയ്യണം, എമൗണ്ട് ആയിട്ട് കൊടുക്കണമായിരുന്നു. പക്ഷേ ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ സംഭവിച്ചത് തിരിച്ചാണ്. എന്താ സംഭവിച്ചത്? ഇവിടെ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നത്. ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അടയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ ആദ്യം കൺസെപ്റ്റായിട്ട് പറഞ്ഞുതരാം. 11 മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് ₹1 ഈച്ച്, അതായത് 1 രൂപ, അടുത്ത മാസം 1 രൂപ, അടുത്ത മാസം 1 രൂപ, അടുത്ത മാസം 1 രൂപ, 1 രൂപ, അങ്ങനെ എത്ര മാസം അടയ്ക്കും? ഇങ്ങനെ 11 മാസം ഇങ്ങനെ അടച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇവിടെ അടയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? ഈ 1 രൂപ അടയ്ക്കുമ്പോൾ കുഴപ്പമില്ല. ഈ 1 രൂപ അടയ്ക്കുമ്പോൾ ഈ 1 രൂപയ്ക്ക് എന്ത് കിട്ടും? 1 രൂപയ്ക്ക് ബാക്കി 10 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റും കിട്ടും. 10 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് പറഞ്ഞാൽ 6/100 ഇൻറ്റു ബാക്കി 10 മാസം 10/12. അടുത്ത ഈ അടയ്ക്കുന്ന 1 രൂപയ്ക്കോ, ഈ 1 രൂപയ്ക്ക് ഈ 1 രൂപ അടച്ചു. ആ 1 രൂപയ്ക്ക് എന്ത് കിട്ടും? ബാക്കി 9 മാസമുണ്ട്. ഇങ്ങനെ 2 മാസം കഴിഞ്ഞ് ബാക്കി 9 മാസം എന്ത് കിട്ടും? ഇൻട്രസ്റ്റും കിട്ടും. 9/12. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ എത്ര രൂപ ഇങ്ങനെ അടയ്ക്കും ഇൻസ്റ്റാൾമെൻറ്റിൽ? 1 വെച്ച് 11 രൂപ അടയ്ക്കും. അതിൻ്റെ കൂടെ ഞാനിതൊന്ന് എല്ലായിടത്തും എന്ത് ചെയ്യുകയാണ്? 1 ഇൻറ്റു 6/1200 ഞാൻ കോമൺ എടുക്കുകയാണ്. അപ്പോൾ 1 ഇൻറ്റു 6/1200 ഇതെല്ലാം പ്ലസ് ആണ്. ഇതെല്ലാം ഇൻട്രസ്റ്റ് എക്സ്ട്രാ അടയ്ക്കുവാണ്. അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഇവിടെ 10, ഇവിടെ 9, താഴെ 8 മാസത്തെ വരും, ഇവിടെ 7 മാസത്തെ വരും. അങ്ങനെ 10 + 9 + 8 അങ്ങനെ 1 വരെ, +1 വരെ പോകും. അപ്പോൾ എത്ര കിട്ടും നമുക്കിത് കാൽക്കുലേഷൻ ചെയ്യുന്ന സമയത്ത്? അപ്പോൾ ഇതൊന്നും എഴുതേണ്ട ആവശ്യമില്ല, മനസ്സിലാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ എത്ര രൂപ വരും? 11 അധികം 6/1200 ഇൻറ്റു 1 + 2 + അങ്ങനെ 10 വരെ, 1 മുതൽ n വരെയുള്ള നമ്പേഴ്സിൻ്റെ സം എന്ന് പറഞ്ഞാൽ n ഇൻറ്റു n + 1/2 ആണ്. ഇവിടെ 10 കൊടുത്തു കഴിഞ്ഞാൽ n 10 ഇൻറ്റു 10 + 1/2, 10 ഇൻറ്റു 11/2, അതായത് 5 ഇൻറ്റു 11 55 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് സ്ഥലത്തുള്ള എമൗണ്ടിൻ്റെ വാല്യൂ കിട്ടി. അപ്പോൾ ഇത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, ഡയറക്റ്റ് നമുക്ക് എഴുതാം. ഈ വാല്യൂവും ഇവിടെ കിടക്കുന്ന ഈ വാല്യൂവും അതുപോലെ ഇനിഷ്യലി കണ്ടുപിടിച്ച അടയ്ക്കേണ്ട രൂപ, നോർമലായിട്ട് അടയ്ക്കേണ്ട 10 + 110 6/1200, ഇത് രണ്ടും എന്താണ്? ഈക്വലാണെന്ന് കിട്ടും. അതെ, ഇതാണ് ടോട്ടൽ എമൗണ്ട്, ഇതും ടോട്ടൽ എമൗണ്ട്. നമ്മൾ അടച്ച് ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് 1 രൂപയായിട്ട് അടച്ചു കഴിഞ്ഞാൽ 11 ഇൻസ്റ്റാൾമെൻറ്റ് അടയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ എഫക്റ്റീവായിട്ട് അടയ്ക്കുന്നത് ഇത്രയും രൂപയായിരിക്കും. ഇത് രണ്ട് സെയിം ആണ്. ഇതിന്ന് 6 കണ്ടുപിടിക്കാം. ഇവിടെ 116 ഉണ്ട്, ഇവിടെ 55 ഉണ്ട്. അത് കുറയ്ക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് 55 6/1200 റൈറ്റ് സൈഡ് വരും. ഈക്വൽ ടു 11 - 10 1 വരും. അപ്പോൾ 6ൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1200/55, 1200/55. 5 വെച്ചിട്ടുന്ന സമയത്ത് ഇവിടെ 11, 5 വെച്ചിട്ടുന്ന സമയത്ത് ഇവിടെ 240. 240/11 നമുക്ക് എന്ത് കിട്ടും? 24 2 വട്ടം, ബാക്കി 20, 20 ൽ 11 1 വട്ടം, ബാക്കി 9/11%. 6ൻ്റെ വാല്യൂ 21, 9/11%. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഡയറക്റ്റ് ഈ ഒരു സ്റ്റെപ്പിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം. പക്ഷേ ആ കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇനി ഇത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ട് ആരും ഈ ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കേണ്ട. സിമ്പിൾ ഇൻട്രസ്റ്റിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റിൻ്റെ ഒരു നല്ലൊരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അത് നിങ്ങൾ കാണുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇങ്ങനൊരു ചാനൽ മലയാളത്തിൽ നിങ്ങൾക്ക് കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. അപ്പോൾ ആ ക്ലാസ്സുകളെല്ലാം കണ്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓരോ സീരീസും അതെല്ലാം എല്ലാ ക്ലാസ്സുകളും നിങ്ങൾ കാണാൻ നോക്കുക. റെയിൽവേ ആയിക്കോട്ടെ, SSC ആയിക്കോട്ടെ, എല്ലാം. ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.